നമസ്കാരം. ഭാരതത്തിന്റെ അതിരുകൾ കേവലം മണ്ണല്ല, അത് നമ്മുടെ അഭിമാനമാണ്. ആ അഭിമാനത്തിന് മേൽ നിഴൽ വീഴ്ത്തുന്ന ഒന്നിനെയും വച്ചു പൊറുപ്പിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാജസ്ഥാൻ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന തീപ്പൊരി വിധി. ഭാരത-പാക് അതിർത്തിയിൽ 50 കിലോമീറ്റർ ചുറ്റളവിൽ അനധികൃതമായി കെട്ടിപ്പൊക്കിയ മസ്ജിദുകളും മദ്രസകളും ദർഗകളും പൊളിച്ചു നീക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയ ഹർജി കോടതി ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുന്നു. ഭാരതം എന്ന് മാറുകയാണ്. നയം വ്യക്തമാണ്. രാജ്യസുരക്ഷയ്ക്ക് മുകളിൽ ഒരു മതസ്ഥാപനത്തിനും സ്ഥാനമില്ല. ശത്രുരാജ്യത്തിന്റെ നിഴലുകൾ പതിക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ സംശയകരമായ ഓരോ ചലനവും ഇനി BSFന്റെ കാർക്കശ്യത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ അതിർത്തികൾ ഇനി ശത്രുക്കൾ ഒളിച്ചിരിക്കാനുള്ള താവളങ്ങളല്ല, ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന ഉരുക്കു കോട്ടകളാണ്. ഭാരതം അതിന്റെ അതിർത്തി സുരക്ഷയിൽ വരുത്തിയിരിക്കുന്ന വലിയൊരു പൊളിച്ചെഴുത്താണ് ഈ കോടതി വിധിയിലൂടെ പ്രകടമാകുന്നത്. വർഷങ്ങളായി നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ വളരെ ആസൂത്രിതമായി നടന്നു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ബോധ്യപ്പെട്ട കേന്ദ്ര സർക്കാർ അതിർത്തി സുരക്ഷാ സേനയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ നേരത്തെ തന്നെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. എന്നാൽ ഇതിനെതിരെ രാജ്യവിരുദ്ധ ശക്തികൾ കോടതി കയറി. തങ്ങളുടെ അനധികൃത താവളങ്ങൾ സംരക്ഷിക്കാൻ അവർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അവർ മറന്ന ഒരു കാര്യമുണ്ട്. ഭാരതത്തിന്റെ നീതിപീഠം ഇന്ന് പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ സമാധാനത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ്. ഈ 50 കിലോമീറ്റർ പരിധി എന്നത് വെറും ഒരു ദൂരമല്ല, രാജ്യത്തിന്റെ സുരക്ഷാ വലയമാണ്. ഈ വലയത്തിനുള്ളിൽ ഒരു ചെറിയ ഇഷ്ടിക പോലും അനധികൃതമായി വെക്കാൻ പാടില്ല. ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴി മയക്കുമരുന്നും ആയുധങ്ങളും കടത്തുന്നവരും അതിർത്തിയിൽ ഒളിച്ചിരുന്ന് വിവരങ്ങൾ ചോർത്തുന്നവരും ഇനി ഭയപ്പെടുക തന്നെ വേണം. കോടതിയുടെ ഈ തീരുമാനം ഭാരതത്തിന്റെ പ്രതിരോധത്തെ ഇരട്ടി ശക്തിപ്പെടുത്തുകയാണ്. ഈ ഹർജികൾ കോടതിയിലെത്തിയപ്പോൾ അവർ വാദിച്ചത് സ്വാഭാവിക നീതി എന്ന തത്വമാണ്. എന്നാൽ രാജസ്ഥാൻ ഹൈക്കോടതി ജസ്റ്റിസ് സമീർ ജെയിൻ നൽകിയ മറുപടി അർത്ഥവത്താണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വാഭാവിക നീതി എന്ന വാദത്തിന് യാതൊരു അർത്ഥവുമില്ല. ദശാബ്ദങ്ങളായി ഈ വാദം ഉയർത്തിക്കൊണ്ടാണ് അതിർത്തികളിൽ അനധികൃത കെട്ടിടങ്ങൾ ഉയർത്തിയത്. മതസ്ഥാപനങ്ങളുടെ മറവിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് സംരക്ഷണം നൽകാൻ ഇത്തരം ഹർജികൾ ഒരു കവചമായി ഉപയോഗിക്കുകയായിരുന്നു. ഈ കെട്ടിടങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമാണോ? അല്ല, ഇതൊരു തന്ത്രപരമായ മാപ്പിംഗ് രീതിയാണ്. അതിർത്തിയിൽ ഇരിക്കുന്ന സൈനികരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ശത്രുരാജ്യത്തിന് വിവരങ്ങൾ കൈമാറാനും ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നു എന്ന സംശയം വളരെ നാളുകളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിർത്തിയിലെ 1 ഇഞ്ച് ഭൂമി പോലും രാജ്യത്തിന് വലുതാണ്. അവിടെ നിയമവിരുദ്ധമായി നിൽക്കുന്ന ഓരോ കെട്ടിടവും പൊളിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ദേശീയതയുടെ ആവശ്യവുമാണ്. വർഗീയതയുടെ പേരിൽ രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന് കോടതി പ്രഖ്യാപിച്ചതോടെ അത്തരം തന്ത്രങ്ങൾക്ക് അന്ത്യമായിരിക്കുന്നു. BSFന്റെ പ്രവർത്തന പരിധി വർദ്ധിപ്പിക്കുക എന്നത് ഈ സർക്കാരിന്റെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. എന്തുകൊണ്ട് ഇതിനെ ചിലർ എതിർത്തു? കാരണം സേനയുടെ കൈകൾക്ക് ശക്തി ലഭിച്ചാൽ തങ്ങളുടെ കള്ളക്കളികൾ നടക്കില്ലെന്ന് അവർക്കറിയാം. അതിർത്തിയിൽ പെട്ടെന്നുണ്ടാകുന്ന മദ്രസകളും ദർഗകളും സേനയുടെ നിരീക്ഷണത്തിന് വലിയ തടസ്സമാണ്. ഒരു സൈനികന് സ്വന്തം അതിർത്തിയിൽ വെച്ച് അന്യഗ്രഹ ജീവികളെ പോലെ ഒളിച്ചിരിക്കുന്നവരെ പേടിച്ചു നടക്കേണ്ട അവസ്ഥയായിരുന്നു മുമ്പ്. എന്നാൽ ഇപ്പോൾ BSFന് നിയമപരമായ അധികാരം ലഭിച്ചിരിക്കുന്നു. അവർക്ക് സംശയകരമായ ഏത് കെട്ടിടത്തെയും പരിശോധിക്കാൻ അത് അനധികൃതമാണെങ്കിൽ പൊളിച്ചു നീക്കാനും സാധിക്കും. ഹൈക്കോടതിയുടെ പുതിയ വിധി ഈ സേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രവർത്തിക്കുക, നിയമം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കോടതി പറയുമ്പോൾ അത് അതിർത്തി കാക്കുന്ന ഓരോ ജവാന്റെയും ആത്മവിശ്വാസമാണ്. ഇനി അവിടെ ആർക്കും തോന്നുന്നത് പോലെ കെട്ടിടം പണിയാൻ കഴിയില്ല. ഓരോ കെട്ടിടവും ഇനി സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകും. നിയമം നടപ്പിലാക്കുന്നവർക്ക് ഭയമില്ലാത്ത കാലം പിറന്നിരിക്കുന്നു. രാജ്യത്തെ ഏതൊരു നല്ല കാര്യത്തെയും വർഗീയമായി കാണാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തുമുണ്ട്. ഈ കോടതി വിധിയെയും അവർ വർഗീയവൽക്കരിക്കാൻ നോക്കി. ഹൈക്കോടതി അത് കർശനമായി തള്ളിക്കളഞ്ഞു. ഇതിനെ വർഗീയ നിറം നൽകാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കെട്ടിടങ്ങളുടെ അനധികൃതമായ സാന്നിധ്യം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. നിയമം ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഏത് മതത്തിന്റെ പേര് നൽകിയാലും അത് നിയമവിരുദ്ധം തന്നെയാണ്. ഭാരതത്തിൽ നിയമം എല്ലാവർക്കും തുല്യമാണ്. ഒരു ആരാധനാലയത്തിന്റെ മറവിൽ രാജ്യത്തിന്റെ സുരക്ഷാ ഭൂപടം ചോർത്താൻ ശ്രമിച്ചാൽ അവിടെ കോടതിയും സർക്കാരും ഒരുപോലെ കർശനമാകും. വർഗീയത പറഞ്ഞു രക്ഷപ്പെടാം എന്ന് കരുതുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഭാരതത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും വലിയ മതം. ഈ വിധി ഒരു പുതിയ തുടക്കം തന്നെയാണ്. നിയമത്തെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് കോടതി നൽകിയ മുന്നറിയിപ്പാണിത്. ഇനിയെങ്കിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ സത്യം മനസ്സിലാക്കി അതിർത്തി സുരക്ഷയ്ക്ക് പിന്തുണ നൽകാൻ തയ്യാറാകണം. വർഷങ്ങളായി നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾ അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അവിടെ എന്ത് നടക്കുന്നു എന്നതിനെ ചൊല്ലി കാര്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം പോലെയുള്ള പദ്ധതികളിലൂടെ സർക്കാർ അതിർത്തി ഗ്രാമങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ അനധികൃതമായ കെട്ടിടങ്ങൾ ഉണ്ടാവുന്നത്
വലിയ വിപത്താണ്. ഈ വിധി അതിർത്തി ഗ്രാമങ്ങളിൽ വസിക്കുന്ന സാധാരണക്കാരായ ദേശസ്നേഹികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ശത്രുരാജ്യത്തിന്റെ സ്വാധീനമുള്ളവർ അവരുടെ ഗ്രാമങ്ങളിൽ താവളം അടിക്കുന്നത് അവർക്ക് വലിയ ഭീഷണിയാണ്. കോടതിയുടെ വിധി വന്നതോടെ ഈ ഗ്രാമങ്ങളിൽ ഒരു പുതിയ ഉണർവുണ്ടാകും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അടിച്ചമർത്തപ്പെടുകയും അതിർത്തി ഗ്രാമങ്ങളിൽ സുരക്ഷാ സേനയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അവിടെ ഇനി ദേശവിരുദ്ധ ശക്തികൾക്ക് ഇടമില്ല. രാജ്യത്തിന്റെ കാവൽക്കാരായ ഗ്രാമവാസികൾ മാറും. ഈ വിധി വെറുമൊരു നിയമം മാത്രമല്ല, അതിർത്തി ഗ്രാമങ്ങളുടെ ശുദ്ധീകരണത്തിന്റെ തുടക്കം കൂടിയാണ്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ എപ്പോഴും ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിർത്തി വഴി നുഴഞ്ഞുകയറ്റക്കാരെ അയക്കാനും ഡ്രോണുകൾ വഴി മയക്കുമരുന്ന് എത്തിക്കാനും അവർ പുതിയ പുതിയ മാർഗങ്ങൾ തേടുന്നു. പണ്ടിവർക്ക് അതിർത്തിക്ക് അപ്പുറത്ത് തുണയായി നമ്മുടെ ഭാഗത്ത് ആരുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അതിർത്തിക്ക് ഇപ്പുറം തന്നെ തങ്ങളുടെ താവളങ്ങൾ ഒരുക്കുന്നു. ആരാധനാലയങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈനികരുടെ നീക്കങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നതും നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കുന്നതും ആ കുടില തന്ത്രത്തിന്റെ ഭാഗമാണ്. ഈ കെട്ടിടങ്ങൾ വെറും കെട്ടിടങ്ങളല്ല, അവ ശത്രുക്കളുടെ കണ്ണുകളാണ്. ആ കണ്ണുകളെയാണ് ഇന്ന് കോടതി വിധിയിലൂടെ ഭാരതം കുത്തിപ്പൊട്ടിക്കുന്നത്. കോടതിയുടെ നടപടി കടുക്കുമ്പോൾ ശത്രുക്കളുടെ ചങ്കിടിപ്പ് കൂടുന്നുണ്ടാകും. കാരണം ഇനി അതിർത്തിയിൽ അവർക്ക് ഒളിക്കാനിടമില്ല. ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. ഇതൊരു യുദ്ധതന്ത്രം കൂടിയാണ്. നാം ജയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിർത്തിയിലെ ഓരോ ഇഞ്ച് മണ്ണും ഇനി നമുക്ക് സുരക്ഷിതമാണ്. നമ്മുടെ ഭരണഘടന പൗരന്മാർക്ക് അവകാശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം വലിയൊരു കടമയുമുണ്ട്, രാജ്യത്തെ സേവിക്കുക എന്ന കടമ. അതിർത്തി സുരക്ഷാ സേനയുടെ കടമ രാജ്യത്തെ കാക്കുക എന്നതാണ്. ആ സേനയുടെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന ഏത് കെട്ടിടവും ഭരണഘടനാ വിരുദ്ധമാണ്. ഹൈക്കോടതി ഈ വിധിയിലൂടെ ഭരണഘടനയുടെ യഥാർത്ഥ ലക്ഷ്യം എടുത്തു കാണിക്കുകയാണ്. രാജ്യ താൽപര്യമാണ് പരമപ്രധാനം. ഭരണഘടനയുടെ പേര് പറഞ്ഞ് രാജ്യത്തെ തകർക്കാൻ ആരെയും അനുവദിക്കരുത്. അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നത് ഭരണഘടനാപരമായ ഒരു ശുദ്ധീകരണ നടപടിയാണ്. ഇത് വ്യക്തിപരമായ വിരോധമല്ല, രാജ്യത്തോട് ചെയ്യുന്ന നീതിയാണ്. കോടതിയുടെ ഈ നിലപാട് രാജ്യം ആദ്യം എന്ന മന്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നിയമത്തിന്റെ വഴിയെ മാത്രം നടക്കുക, അനധികൃതമായതിനെതിരെ ശബ്ദം ഉയർത്തുക. കോടതി നമ്മുടെ കൂടെ തന്നെയുണ്ട്, സർക്കാർ നമ്മുടെ കൂടെയുണ്ട്. ഭാരതം സുരക്ഷിതമാണ്. ലോകത്തെ പല വികസിത രാജ്യങ്ങളും അവരുടെ അതിർത്തിയിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളുടെ അതിർത്തി സുരക്ഷ പരിശോധിച്ചാൽ മനസ്സിലാകും അവർ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന്. അനധികൃതമായതെന്തും അവർ തകർത്തെറിയും. ഇന്ന് ഭാരതവും ആ പാതയിലാണ് നീങ്ങുന്നത്. കോടതിയുടെ വിധി അത് വ്യക്തമാക്കുന്നു. സുരക്ഷ എന്നത് ചർച്ചാ വിഷയമല്ല, അതൊരു കർമ്മമാണ്. ലോകം മുഴുവൻ ഇന്ന് ഭാരതത്തിന്റെ ഈ കടുത്ത നിലപാടിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ കോടതി തന്നെ മുൻകൈ എടുക്കുമ്പോൾ അവിടെ ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നു. ഭാരതം ലോകത്തിന് മാതൃകയാവുകയാണ്. സുരക്ഷാ രംഗത്ത് ഭാരതം കൈവരിക്കുന്ന ഈ നേട്ടങ്ങൾ മറ്റു ലോകരാജ്യങ്ങൾക്കൊരു അത്ഭുതമാണ്. നമ്മുടെ അതിർത്തികൾ ഇനി അടച്ചുറപ്പുള്ളതാണ്. ആർക്കും തോന്നുന്നത് പോലെ കടന്നു കയറാൻ കഴിയില്ല എന്നർത്ഥം. സുരക്ഷാ പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വിധിയിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെയധികം വലുതാണ്. ദേശീയതയെ സംരക്ഷിക്കുന്ന മാധ്യമങ്ങൾ ഇതിനെ വലിയ വാർത്തയാക്കണം. വർഗീയതയുടെ പേരിൽ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം. ഭാരതത്തിന്റെ അതിർത്തി സുരക്ഷയുടെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കണം. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇതൊരു ദേശീയ സുരക്ഷാ വിഷയമാണ്. BJP സർക്കാർ എപ്പോഴും രാജ്യസുരക്ഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം ഈ വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം വിധികൾ മാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കണം. ജനങ്ങൾ സത്യം മനസ്സിലാക്കണം. അനധികൃത കെട്ടിടങ്ങൾ എവിടെയായാലും അത് രാജ്യത്തിന് ഭീഷണിയാണ്. ആ ബോധം ജനങ്ങളിൽ വളർത്താൻ മാധ്യമങ്ങൾ സഹായിക്കണം. ഈ വാർത്തയിലൂടെ തത്വമയി ന്യൂസ് ചെയ്യുന്നത് അതാണ്. സത്യം വിളിച്ചു പറയുക, ദേശീയതയെ വളർത്തുക. ഭാരതത്തിന്റെ അതിർത്തികളിൽ ഇനി വെളിച്ചം വീഴും, നിഴലുകൾ മാഞ്ഞു പോകും. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ഈ വിധി ഭാരതത്തിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. അതിർത്തിയിലെ അനധികൃത കെട്ടിടങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ജവാന്മാരുടെ കരുത്ത് തെളിയുന്നു. രാജ്യസുരക്ഷയ്ക്ക് മുന്നിൽ മറ്റെല്ലാം നിസ്സാരമാണ്. കോടതി പറഞ്ഞത് തന്നെയാണ് നമ്മുടെ വാക്ക്. രാജ്യസുരക്ഷ പ്രധാനമാണ്, അതിൽ വിട്ടുവീഴ്ചയില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയായി ഏത് തടസ്സത്തെയും നീക്കം ചെയ്യാൻ നാം സന്നദ്ധമാണ്. ഭാരതം ഇന്ന് ഭയമില്ലാത്ത ഒരു രാജ്യമാണ്. നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാണ്, നമ്മുടെ സേന ശക്തവുമാണ്, നമ്മുടെ കോടതികൾ നീതിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന കാലം സുരക്ഷിതമായ ഭാരതത്തിൻ്റെതുമാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.